കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണോ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് 2024 മെയ് 14 ചൊവ്വാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെ ആരംഭിക്കുന്ന അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ബഹ്റൈനിലെത്തിയ അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബു ഖൈദിനെ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ സ്വീകരിച്ചു. ഉച്ചകോടിയിലെ അജണ്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരുക്കങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇത്തരമൊരു ചരിത്രപരമായ ഉച്ചകോടി ബഹ്റൈനിൽ സംഘടിപ്പിക്കുന്നതിൽ ഏറെ അഭിമാനമുള്ളതായി ഹമദ് രാജാവ് വ്യക്തമാക്കി. 33ാമത് അറബ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പ്രധാന റോഡുകളിലും ഹൈവേകളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളുമാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാവുക. പ്രധാന റോഡുകളിലെ തിരക്ക് കുറയ്ക്കാനാണ് ചില സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു. ഗതാഗതം സുഗമമാക്കാനായി നൽകിയിട്ടുള്ള ബദൽ റൂട്ടുകൾ യാത്രയ്ക്കായി ഉപയോഗിക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയിൽ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി കമ്മ്യൂണിക്കേറ്റ് വിത്ത് കോൺഫിഡൻസ് എന്ന ലക്ഷ്യം മുൻനിർത്തി ആംഗലേയ ഭാഷയിൽ പ്രാവീണ്യം നേടുക എന്ന ഉദ്ദേശത്തോടെ 6 മാസം നീളുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് തുടക്കമായി. സ്കൂൾ ഓഫ് ലോജിസ്റ്റിക് ആൻഡ് മാരിടൈം ട്രെയിനർ പൊന്നമ്പലം തിരുമലൈ ഉദ്ഘാടനം നിർവഹിച്ചു. ബഹ്റൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ സുരഭില പാട്ടാലിയാണ് ക്ലാസുകൾ നയിക്കുന്നത്. SNCS ചെയർമാൻ സുനിൽ സുശീലൻ പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VR സജീവൻ സ്വാഗത പ്രസംഗം നടത്തി. നിമ്മി ജയമോഹനൻ അവതാരികയായിരുന്നു. കോർഡിനേറ്റർ രമ്യ ശ്രീകാന്ത് എല്ലാ ബുധനാഴ്ചയും വൈകിട്ടും നടക്കുന്ന കോഴ്സിന്റെ വിശദാംശങ്ങൾ സദസ്സിന് നൽകി. വോയിസ് ഓഫ് ആലപ്പി വിഷു, ഈസ്റ്റർ, ഈദ് ആഘോഷം സംഘടിപ്പിച്ചു. മേടനിലാവ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആടുജീവിതത്തിലെ യഥാർത്ഥ നായകനും മുൻ ബഹ്റൈൻ പ്രവാസിയുമായ നജീബ് വിശിഷ്ടാതിഥിയായി. നജീബിനൊപ്പം പത്നി സബിയത്ത്, ബെന്യാമിനിലേക്ക് നജീബിന്റെ ജീവിതമെത്തിച്ച ആലപ്പുഴ മാവേലിക്കര സ്വദേശി സുനിൽ പിള്ള എന്നിവരും പങ്കെടുത്തു. വോയിസ് ഓഫ് ആലപ്പി ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷത വഹിച്ചു. സുനിൽ മാവേലിക്കര, വോയിസ് ഓഫ് ആലപ്പി രക്ഷാധികാരികളായ ഡോക്ടർ PV ചെറിയൻ, അനിൽ UK എന്നിവർ ചേർന്ന് നജീബിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വോയിസ് ഓഫ് ആലപ്പി ട്രഷറർ ഗിരീഷ് കുമാർ, പ്രോഗ്രാം ജോയിന്റ് കൺവീനർ ഗോകുൽ കൃഷ്ണൻ എന്നിവർ നജീബിന് ഉപഹാരം നൽകുകയും ആക്ടിംഗ് പ്രസിഡന്റ് അനസ് റഹീം, ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി എന്നിവർ ചേർന്ന് മൊമന്റോ കൈമാറുകയും ചെയ്തു. ഗാനസന്ധ്യ, നാടൻ പാട്ടുകൾ, നൃത്തം, ഗെയിമുകൾ, സദ്യ തുടങ്ങിയവ മേടനിലാവിന് മാറ്റുകൂട്ടി. രാഹുൽ ബാബു, ശില്പ വിഷ്ണു എന്നിവർ അവതാരകനായി. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷയിൽ മികച്ച വിജയം നേടി ബഹ്റൈനിലെ CBSE സ്കൂളുകൾ. 12ാം ക്ലാസ് പരീക്ഷയിൽ ഇന്ത്യൻ സ്കൂൾ 98.4% വിജയമാണ് നേടിയത്. 616 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. 32 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A1 ഗ്രേഡ് ലഭിച്ചു. 14.9% വിദ്യാർത്ഥികൾ 90% മുകളിൽ നേടിയപ്പോൾ 56.98% പേർക്ക് 75% മുകളിൽ മാർക്ക് ലഭിച്ചു. 89.77% വിദ്യാർത്ഥികൾക്ക് 60ഉം അതിൽ കൂടുതലും ലഭിച്ചു. മൊത്തം 22 വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ മുഴുവൻ മാർക്കും നേടി. ഫാത്തിമ നവര നവാസ്, സയ്യിദ് അസീല മാഹിൻ അബൂബക്കർ, ശ്രീ പ്രഹ്ലാദ് മുകുന്ദൻ, ഹൈഫ മുഹമ്മദ് ഷിറാസ് എന്നിവരാണ് സ്കൂൾ ടോപ്പർമാർ. എല്ലാ സ്കൂൾ ടോപ്പർമാർക്കും 500-ൽ 485 ലഭിച്ചു.
ന്യൂ ഇന്ത്യൻ സ്കൂളിൽ പരീക്ഷ എഴുതിയ 194 വിദ്യാർത്ഥികളിൽ 101 ഡിസ്റ്റിങ്ഷനുകൾ ഉൾപ്പെടെ 174 വിദ്യാർത്ഥികൾ ഫസ്റ്റ് ക്ലാസ് കരസ്ഥമാക്കി. സയൻസ് സ്ട്രീമിൽ സുദർശൻ രംഗനാഥൻ 98% മാർക്ക് നേടി സ്കൂൾ ടോപ്പറായി. കൊമേഴ്സ് സ്ട്രീമിൽ 93.6% മാർക്ക് നേടിയ കൃതിക ശർമ്മയാണ് ടോപ്പ് സ്കോറർ. ന്യൂ മില്ലേനിയം സ്കൂളിൽ 12ാം തരം പരീക്ഷ എഴുതിയ 133 വിദ്യാർത്ഥികളിൽ 39 പേർ 90%-ന് മുകളിൽ സ്കോർ ചെയ്തു. 99 വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷൻ നേടി. 45 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡോടെ മികച്ച വിജയം നേടി. സയൻസ് സ്ട്രീമിൽ പരീക്ഷ എഴുതിയ 101 കുട്ടികളിൽ 28 പേർ 90%-ന് മുകളിൽ മാർക്ക് നേടി. 35 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും എ ഗ്രേഡോടെ മികവ് പുലർത്തി. സയൻസ് സ്ട്രീമിൽ മുഹമ്മദ് കൈഫ് മസിയുദ്ദീൻ 96.8% മാർക്ക് നേടി സ്കൂളിൽ ഒന്നാമതെത്തി. കൊമേഴ്സ് സ്ട്രീമിൽ സിൻഡ മറിയം ഷിബുവാണ് 97% മാർക്കോടെ ടോപ്പ് സ്കോറർ. 10ാം ക്ലാസ് പരീക്ഷയിൽ ഇന്ത്യൻ സ്കൂൾ 99.9% വിജയശതമാനം കൈവരിച്ചു. ആദിത്യൻ വയാറ്റ് നായർ 98% മാർക്ക് നേടി സ്കൂളിൽ ഒന്നാമതെത്തി. 97.2% വീതം നേടിയ ജിസൽ ഷാരോൺ ഫെർണാണ്ടസ്, ഏബൽ ജോൺ അഗസ്റ്റിൻ, ആദ്യ ശ്രീജയ്, അനന്തകൃഷ്ണൻ സതീഷ് PG എന്നിവർ 2ാം സ്ഥാനം നേടി. 19 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A1 ഗ്രേഡ് നേടി. 76 വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും എ ഗ്രേഡ് കരസ്ഥമാക്കി. കൂടാതെ 79.72% വിദ്യാർത്ഥികൾ മൊത്തത്തിൽ 60%-വും അതിൽ കൂടുതലും നേടിയപ്പോൾ 52.81% പേർ 85%-വും അതിൽ കൂടുതലും മാർക്ക് നേടി. ടീൻസ് ഇന്ത്യ ബഹ്റൈൻ റമദാനിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ വിജ്ഞാന പരീക്ഷയുടെ വിജയികളെ പ്രഖ്യാപിച്ചു. വിശുദ്ധ ഖുർആനിലെ ലുക്മാൻ അധ്യായത്തെ ആസ്പദമാക്കിയായിരുന്നു പരീക്ഷ. പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്കോടെ ഹൈഫ KP 1ാം സ്ഥാനം കരസ്ഥമാക്കി. നിമ കമറുദ്ദീൻ 2ാം സ്ഥാനവും ഹന്നത്ത് നൗഫൽ 3ാം സ്ഥാനവും നേടി. പരീക്ഷയ്ക്ക് സാജിദ സലീം, റഷീദ സുബൈർ, ബുഷ്ര ഹമീദ്, നാസ്നിൻ അൽതാഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. മുഹറഖ് മലയാളി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആഘോഷിച്ചു. മുഹറഖ് അൽഹിലാൽ ഹോസ്പിറ്റലിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. മുതിർന്ന നഴ്സുമാരായ സുനിത എബ്രഹാം, ആശ എബ്രഹാം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് അനസ് റഹീം, ട്രഷറർ ശിവശങ്കർ, മറ്റു ഭാരവാഹികളായ അബ്ദുൽ മൻഷീർ, ദിവ്യ പ്രമോദ്, ബാഹിറ അനസ്, പ്രമോദ് വടകര, ഉപദേശക സമിതി അംഗങ്ങളായ ഷിഹാബ് കറുകപ്പുത്തൂർ, രജിഷ PC, അൽഹിലാൽ ഹോസ്പിറ്റൽ പ്രതിനിധികളായ ഫ്രാങ്കോ ഫ്രാൻസിസ്, സൂര്യ നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ബഹ്റിനിലെ ക്രിസ്ത്യൻ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ എക്യൂമെനിക്കൽ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഇന്റർ ചർച്ച് സൺഡേ സ്കൂൾ മത്സരങ്ങളുടെ ഓവറോൾ കിരീടം ബഹ്റിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ കുട്ടികൾ കരസ്ഥമാക്കി. വിജയികളെ സഹവികാരി റവറൻഡ് ഫാദർ ജേക്കബ് തോമസ് കാരക്കൽ, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോർജ് വർഗീസ്, അസിസ്റ്റന്റ് ഹെഡ് മിസ്ട്രസ് ഡാർലി റെബേക്ക കോശി, സ്റ്റാഫ് സെക്രട്ടറി അനീഷ് ദാനിയേൽ, മറ്റ് അധ്യാപകർ എന്നിവർ അഭിനന്ദിച്ചു.